നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഒരു കാലത്ത് കേരളത്തിൽ അരി കിട്ടാക്കനിയായിരുന്ന സമയത്ത് നമ്മെ പട്ടിണിക്കിടാതെ സംരക്ഷിച്ച വിഭവങ്ങളാണ് ചക്കയും കപ്പയും ചേമ്പും കാച്ചിലുമൊക്കെ. ഇന്ന് ഇത്തരം നാടൻ വിഭവങ്ങളുടെ സവിശേഷതകൾ മറന്നിരിക്കുകയാണ് എല്ലാവരും. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്നത് നാടൻ വിഭവങ്ങൾ തന്നെയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നും അന്യമായ ഭക്ഷണവുമായി അടുക്കള ഭക്ഷ്യമേള വരികയാണ് കോഴിക്കോട്ട്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. ജനവിധി പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ കൈക്കൊള്ളുമെന്ന് ടി പി രാമകൃഷ്ണൻ. വടകരയിൽ RMP UDF-ന് വോട്ട് മറിച്ചെന്നും TP. ചരിത്ര വിജയവുമായി നരേന്ദ്രമോദി അധികാരത്തിലേക്ക്. ആഹ്ലാദം കേരളക്കരയിലും. സത്യപ്രതിജ്ഞയ്ക്കായി പാർട്ടി ഒരുങ്ങി. വടകരയിലെ തന്റെ വിജയം അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്തുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് കൊയിലാണ്ടിയിൽ സ്വീകരണം. വാർത്തകൾ വിശദമായി. 3 പതിറ്റാണ്ടിന് ശേഷം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെന്ന ചരിത്ര വിജയവുമായി നരേന്ദ്രമോദിയും കൂട്ടരും അധികാരത്തിലേക്ക്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യും. 10 വർഷമായുള്ള UPA സർക്കാരിന്റെ ജയപരാജയങ്ങളെ വിലയിരുത്താനും അതിജീവിക്കാനും മോദി സർക്കാരിന് കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഭാരത ജനത. മോദി തരംഗമല്ല BJP തരംഗമാണെന്ന് പലരും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞെങ്കിലും ബാലറ്റ് പെട്ടി തുറന്നപ്പോൾ 16ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ ചരിത്ര വിജയത്തിന് നെടുംതൂണായത് മോദി തരംഗം തന്നെ. പ്രവചനങ്ങൾക്ക് അതീതമായി ആരെയും അത്ഭുതപ്പെടുത്തുന്ന വിജയം. 284 സീറ്റുമായി BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. 1984 ശേഷം ആദ്യമായാണ് ഒരു പാർട്ടി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുന്നത്. മോദി തരംഗമാണ് ആ വിജയത്തിലേക്ക് നയിച്ചത് എന്നതിൽ സംശയമില്ല. വർഗീയത വിതയ്ക്കുകയാണ് മോദിയെന്നും ചായക്കടക്കാരനെന്ന് പരിഹസിച്ചും വർഗീയ കലാപത്തിലെ മോദിയുടെ പങ്കും യശോദാബെന്നിനെ മോദി വിവാഹം ചെയ്തെന്ന വാർത്തകളും തുടങ്ങി തിരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം വരെ മോദിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു. എന്നാൽ എല്ലാം ലളിതമായ കൈകളിലൂടെ അതിജീവിക്കാൻ മോദിക്ക് സാധിച്ചു. 10 വർഷം രാജ്യം ഭരിച്ച ഐക്യ പുരോഗമന സഖ്യത്തിനെ കേവലം 44 സീറ്റിലേക്ക് ഒതുക്കാനും അഴിമതിയെ തുടച്ചു നീക്കാൻ ചൂലുമായി വന്ന കെജ്രിവാളിനെ തൂത്തെറിയാനും മോദിക്ക് കഴിഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലേക്കും മോദിയുടെ കാറ്റ് പ്രവഹിച്ചെങ്കിലും കേരളത്തിൽ ഒരു താമര പോലും വിരയിക്കാൻ സാധിച്ചില്ല എന്നതും ഈ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമാണ്. എന്നാൽ കേരളത്തിൽ BJPക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ ഇരട്ടി വോട്ടുകൾ നേടാൻ സാധിച്ചിരിക്കുന്നു എന്നത് കേരളത്തിൽ BJPക്ക് കാലുകൾ ഉറയ്ക്കുന്നു എന്നത് വ്യക്തമാക്കുന്നു. ഗുജറാത്ത് വികസനത്തെ മുൻനിർത്തി രാജ്യത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് നരേന്ദ്രമോദിജിയെ. അഴിമതിക്കും ആരോപണങ്ങൾക്ക് മുന്നിലും അടിപതര UPAക്ക് ജനങ്ങളുടെ ചൂണ്ടുവിരൽ നൽകിയ ഒരു പാഠം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രധാനമന്ത്രിയായും നല്ല വികസനത്തിന് നേതൃത്വം നൽകാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വിദ്യാഭ്യാസത്തിനും തൊഴിലിനും മുൻതൂക്കം നൽകി സ്ത്രീ സുരക്ഷയ്ക്കും രാജ്യസുരക്ഷയ്ക്കുമായിരിക്കട്ടെ ഇനി മോദിയുടെ യാത്രയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിജയം അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്താണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വിജയത്തിലേക്ക് എത്തിച്ച കൊയിലാണ്ടിയിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും വോട്ടർമാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 16ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ നിന്നും 3306 വോട്ടുകളോടെ വിജയിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊയിലാണ്ടിയിലെത്തി നേതാക്കൾക്കും പ്രവർത്തകർക്കും വോട്ടർമാർക്കും നന്ദി പറഞ്ഞു. കോരപ്പുഴയിൽ നിന്നും വാഹനത്തിൽ പ്രവർത്തകരോടൊപ്പം എത്തിയ മുല്ലപ്പള്ളി കൊയിലാണ്ടിയിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പഹാരം ചാർത്തി. ഈ വിജയം അക്രമ രാഷ്ട്രീയത്തിനായിട്ടുള്ള ഒരു വിധിയെഴുത്താണ്. ആ വിധിയെഴുത്ത് വടകരയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു വിധിയെഴുത്താണ്. ഈ വിജയത്തിനുവേണ്ടി പരിശ്രമിച്ച മുഴുവൻ ആളുകൊണ്ടും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ നന്ദി പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായിട്ട് സഹായിച്ച ഒരുപാട് മാധ്യമ പ്രവർത്തകന്മാരുണ്ട്. നിഷ്പക്ഷമതികളായ ആ മാധ്യമ പ്രവർത്തകന്മാരോട് ഞാൻ ഹൃദയപൂർവ്വം എൻ്റെ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു.
ഈ വിജയം അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്താണെന്നും വടകരയെ സംബന്ധിച്ചിടത്തോളം ഈ വിധിയെഴുത്ത് ഒരു സുപ്രധാന വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിജയത്തിന് പിന്നിൽ പ്രയത്നിച്ച നേതാക്കൾക്കും പ്രവർത്തകർക്കും വിജയരഥത്തിലേക്ക് എത്തിച്ച പ്രിയ വോട്ടർമാർക്കും നന്ദിയും പറഞ്ഞു. ഡിസിസി വൈസ് പ്രസിഡന്റ് യു രാജീവ് മാസ്റ്റർ, മനേത്ത് ചന്ദ്രൻ, PKK ബാവ, VP ഇബ്രാഹിംകുട്ടി എന്നിവർ സംബന്ധിച്ചു. കോഴിക്കോട്ടും വടകരയിലും LDF-ന് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ. ജനവിധി പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റിയിട്ടില്ലെന്നും വടകരയിൽ RMP UDF-ന് വോട്ടുകൾ മറിച്ചെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് പൂർണ്ണമായി കിട്ടിയില്ല എന്നുള്ളതാണ് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തുള്ള ഒരു നിലയൊന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിൽ ബാധിക്കുന്നില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വശങ്ങളും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ആ നിലയിൽ പാർട്ടിയിലുടനീളം ഈ പരിശോധന നടത്തിയതിനു ശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് വിശദീകരിക്കാൻ സാധിക്കും. സ്ഥാനാർത്ഥി നിർണയം ശരിയായിരുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. അത് ഇവിടെ കോഴിക്കോട്ടും വടകരയിലും സ്ഥാനാർത്ഥി നിർണയം ശരിയായിരുന്നു എന്നുള്ള നിലപാടിലാണ് പാർട്ടിക്കുള്ളത്. കഴിഞ്ഞ തവണ അങ്ങനെ B ടീമായി പ്രവർത്തിച്ച RMP മുല്ലപ്പള്ളി രാമചന്ദ്രന് വോട്ട് മാറി ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ വോട്ടിന്റെ നില നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകും. മാത്രമല്ല, RMPയുടെ വോട്ട് മാത്രമല്ല അവർക്ക് വരേണ്ടത്, അവരോടൊപ്പമുള്ള ചില കക്ഷികളുണ്ടല്ലോ, ഇടതുപക്ഷ എന്നും പറഞ്ഞിട്ടുള്ള കുറച്ച് പാർട്ടികളെല്ലാം അതിനോടൊപ്പമുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു സ്ഥിതി ഈ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി, അവര് പരസ്യമായി പിന്തുണച്ചതാണല്ലോ RMPയെ. അപ്പൊ ഈ വെൽഫെയർ പാർട്ടിക്കാരുടെ വോട്ട് എവിടെ? അതെല്ലാം ചേർന്നിട്ട് 17,000-ഓളം വോട്ടല്ലേ അവർക്ക് കിട്ടിയിട്ടുള്ളത്. കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം ശക്തിപ്പെടുത്തുന്നതിന് ലോക് ജനശക്തി പാർട്ടി മുൻകൈയെടുക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് M മെഹബൂബ് കോഴിക്കോട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ മത്സരിച്ച് വൻ വിജയം നേടിയ LJPക്ക് കേരളത്തിൽ മുന്നണി സഖ്യത്തിന് വൻ പ്രാധാന്യമുണ്ടെന്നും വരുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നതിൽ മുന്നണി വിപുലപ്പെടുത്തി മുൻപോട്ട് പോകേണ്ടതുണ്ടെന്നും LJD പ്രസിഡന്റ് M മെഹബൂബ് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂനപക്ഷ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളുടെ വോട്ടുകൾ മുന്നണിക്ക് അനുകൂലമാക്കുന്നതിന് കഴിയാതെ പോയതാണ് നേരിയ വ്യത്യാസത്തിൽ വിജയം കൈവിട്ടു പോയതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിച്ച് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് പാർട്ടി ദേശീയ നേതൃത്വത്തിലും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കുന്നതിനും റെയിൽവേ വികസനം ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വികസന രേഖ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുമെന്നും LJP പ്രസിഡന്റ് M മെഹബൂബ് പറഞ്ഞു. ഫാക്ട്, സ്റ്റീൽ കോംപ്ലക്സ് എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നവീകരണവും വികസനവും രാംവിലാസ് പാസ്വാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നടപ്പിലാക്കിയതാണെന്നും LJP നേതാക്കൾ ഓർമ്മിപ്പിച്ചു. മർക്കസ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഹിജമ ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. മർക്കസ് യുനാനി ഹോസ്പിറ്റൽ ജനറൽ മാനേജർ ശ്രീ മുഹമ്മദ് ഫൈസി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മർക്കസ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഹിജാമ കൊമ്പുകോർക്കൽ ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന പരിപാടി മർക്കസ് യുനാനി ഹോസ്പിറ്റൽ ജനറൽ മാനേജർ ശ്രീ മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ ചികിത്സാ രീതി പോലും പഠിക്കണമെങ്കിൽ ബിസ്മി വേണം എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള അള്ളാഹുവുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവാണ് രോഗം തരുന്നത്, അവനാണ് രോഗം ശിഫയാക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളായ ആളുകൾ ഈ ഹിജാമയെ ഏറ്റെടുക്കുകയാണ്. പ്രവാചകൻ സ്വയം ഉപയോഗിക്കുകയും മറ്റുള്ളവരോട് നിർദ്ദേശിക്കുകയും ചെയ്ത പുരാതന ചികിത്സാ രീതികളെക്കുറിച്ചാണ് സെമിനാറിൽ പ്രതിപാദിച്ചത്. കേരള യുനാനി മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ KT അജ്മൽ വിഷയാവതരണം നടത്തി. മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ EN അബ്ദുൽ ലത്തീഫ്, കോഴിക്കോട് റിട്ടയർഡ് DMO ഡോക്ടർ PK വേണുഗോപാൽ എന്നിവർ പ്രഭാഷണം നടത്തി. മർക്കസ് യുനാനി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CI മുജീബ്, ഡോക്ടർ OKM അബ്ദുൾ റഹ്മാൻ, ഡോക്ടർ CH ഷനീബ്, ഡോക്ടർ ഷാഹുൽ ഹമീദ്, ഡോക്ടർ UK ഷെരീഫ് എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം, നിമിഷങ്ങളെല്ലാം ഉത്സവം. തുളുമ്പും ഈ സന്തോഷം
daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. പെൺകൂട്ടങ്ങൾക്കിടയിൽ ട്രെൻഡായി മാറിയ രാംലീല കമ്മലുകളുടെ ശേഖരണവുമായി ഒരു കൂട്ടം വീട്ടമ്മമാർ. ദൃശ്യ ഹാൻഡിക്രാഫ്റ്റ്സ് പെയിന്റിംഗ് ആഭരണ പ്രദർശനത്തിന്റെയും വിൽപ്പനയുടെയും ഭാഗമായാണ് രാംലീല കമ്മലുകൾ വീട്ടമ്മമാർ തയ്യാറാക്കി വിപണിയിലെത്തിച്ചിരിക്കുന്നത്. രാംലീലയിൽ ദീപിക പദുക്കോൺ അണിഞ്ഞ ആഭരണങ്ങൾ ഇന്ന് പെൺകുട്ടികൾക്കിടയിൽ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. കുന്തൻ, സ്റ്റോൺ, പേൾ കൂട്ടുകെട്ടിലുള്ള ഹാങ്ങിങ് കമ്മലുകളാണ് ആഭരണ പ്രേമികൾക്കിടയിൽ ഇടിച്ചു കയറിയിരിക്കുന്നത്. രാംലീല കമ്മലുകളുടെ വ്യത്യസ്ത കളക്ഷനുകളുമായി കോഴിക്കോട്ട് ഒരു കൂട്ടം വീട്ടമ്മമാർ എത്തിയിരിക്കുന്നു. നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ദൃശ്യ ഹാൻഡിക്രാഫ്റ്റ് പെയിന്റിംഗ് ആഭരണ പ്രദർശനത്തിന്റെയും വിൽപ്പനയുടെയും ഭാഗമായാണ് വിദഗ്ധ പരിശീലനം നേടിയ വനിതകൾ രാംലീല കമ്മലുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു സ്റ്റഡും അടിയിൽ ഒരു റൗണ്ട് ഹാങ്ങിങ്ങും ഇതാണ് ഈ കമ്മലിന്റെ പ്രത്യേകത. ഓൺലൈൻ വിപണികളിൽ കൂടുതൽ സജീവമായ രാംലീല വീട്ടമ്മമാർ സ്വന്തമായി നിർമ്മിച്ചതാണ്. ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ടുള്ളത് പേപ്പർ ജ്വല്ലറിയാണ്. അതിപ്പം ഇവിടെ പല ഡിസൈനുകളിലും കടകളിൽ കാണാത്ത ഡിസൈനുകളിലും മറ്റുമായിട്ട് വലിയ വിലയില്ലാതെ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ പെയിൻറ്റിങ്സിൻ്റെ കാര്യത്തിലായാലും ചാർക്കോൾ, മ്യൂറൽ, അതേപോലെ ആഫ്രിക്കൻ അബ്സ്ട്രാക്റ്റ്, മെറ്റൽ എംബോസിങ്, അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സും നിങ്ങൾക്ക് ഇവിടെ കാണാം. വലിയ വിലയൊന്നുമില്ല. 60 മുതൽ 600 രൂപ വരെയാണ് കമ്മലുകളുടെ വില. കാലിക്കറ്റ് സർവകലാശാല ലൈഫ് ലോങ് ലേണിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമാണ് ഇവർ പരിശീലനം നേടിയത്. പേപ്പർ, ടെറാക്കോട്ട, ശില്പക്കാർ, പോട്ടുകൾ, മ്യൂറൽ, ഓർണമെന്റൽ എന്നിവയിലാണ് ആഭരണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ആഭരണ കളക്ഷനോടൊപ്പം മ്യൂറൽ, കലംകരി, പട്ടചിത്ര, ഗ്ലാസ്, ചാർക്കോൾ എന്നിവയിൽ നിർമ്മിച്ച പെയിന്റിങ്ങുകളുടെ പ്രദർശനവുമുണ്ട്. പ്രദർശനം മെയ് 15-ന് സമാപിക്കും. അടുക്കളയിൽ നിന്നും അന്യമായ നല്ല ഭക്ഷണവുമായി അടുക്കള ഭക്ഷ്യമേള ഒരുങ്ങുന്നു. ഗ്രീൻ വ്യൂ പരിസ്ഥിതി കൂട്ടായ്മയാണ് മെയ് 20 മുതൽ കോഴിക്കോട്ട് ആരംഭിക്കുന്ന ഭക്ഷ്യമേളയുടെ സംഘാടകർ. മലയാളികളുടെ അടുക്കളയിൽ നിന്നും പടിയിറങ്ങിയ നല്ല ഭക്ഷണങ്ങളെ വീണ്ടും തീന്മേശയിൽ എത്തിക്കുകയാണ് അടുക്കള ഭക്ഷ്യമേള. മലയാളി കണ്ടുപരിചയിച്ച പതിവ് ഭക്ഷ്യമേളയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായൊരു ഭക്ഷ്യമേളയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടുകൂടി ഗ്രീൻ വ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മ മെയ് 20 മുതൽ 24 വരെ കോഴിക്കോട് ഹോട്ടൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. വർത്തമാനകാല മലയാളികളുടെ തീന്മേശകളിലെ പതിവ് ഭക്ഷ്യവിഭവങ്ങളായ നെയ്ച്ചോർ, ബിരിയാണി, പൊറോട്ട, ഐസ്ക്രീം എന്നിവയെല്ലാം മാറ്റി നിർത്തി പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്ത കാർഷിക വിളകളുടെ വിഭവങ്ങളും കടൽ, പുഴ മത്സ്യങ്ങളും ഉപയോഗിച്ച് സ്ത്രീകൾ സ്വന്തം വീട്ടിലെ അടുക്കളയിൽ പാചകം ചെയ്യുന്ന അതേ രുചിയോടുകൂടിയുള്ള ഭക്ഷണങ്ങളാണ് മേളകളിൽ നിങ്ങളുടെ തീന്മേശകളിലേക്ക് എത്തിക്കുകയെന്ന് സംഘാടകർ കൂട്ടിച്ചേർത്തു. വിവിധ ഇനം കിഴങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ പുഴുക്കുകൾ, തേങ്ങാപ്പാൽ കഞ്ഞി, ചീരാമുളകിന്റെ ചമ്മന്തി, വിവിധ ഇനം ഷാപ്പുകറികൾ, കപ്പയുടെ വിവിധ വിഭവങ്ങൾ, ചക്ക, മാങ്ങ, പൈനാപ്പിൾ തുടങ്ങിയ വിവിധതരം പഴവർഗ്ഗങ്ങൾ കൊണ്ട് പ്രത്യേകം തയ്യാർ ചെയ്യുന്ന പുതുമയാർന്ന പലഹാരങ്ങൾ, തലശ്ശേരി, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ നാടൻ പലഹാരങ്ങൾ തുടങ്ങിയവയും ഭക്ഷ്യമേളയിൽ ഒരുക്കും. മേളയുടെ ഉദ്ഘാടനം മെയ് 20-ാം തീയതി രാവിലെ 9:30 കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം നിർവഹിക്കും. രാവിലെ 11 മണി മുതൽ 9 മണി വരെയാണ് സമയം. ഗിരീഷ് പുത്തഞ്ചേരി അദ്ദേഹത്തിന്റെ മനോഹര ഗാനങ്ങളിലൂടെ എക്കാലവും ആസ്വാദകർക്കിടയിൽ ജീവിക്കുമെന്ന് സംവിധായകൻ രഞ്ജിത്ത്. ഗിരീഷ് പുത്തഞ്ചേരി പുരസ്കാരം നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ജോയ് മാത്യുവിന് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ സ്മരണാർത്ഥമുള്ള ഗിരീഷ് പുത്തഞ്ചേരി പുരസ്കാരം നടനും സംവിധായകനുമായ ജോയ് മാത്യുവിന് സമ്മാനിച്ചു. തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്താണ് പുരസ്കാരം സമ്മാനിച്ചത്. സിനിമയിൽ എത്തുന്നതിനു മുമ്പേ പുത്തഞ്ചേരിക്കൊപ്പം ദാരിദ്ര്യത്തിലും സർഗാത്മകത വിരിയിച്ച കാലഘട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ രഞ്ജിത്ത് പങ്കുവച്ചു. അപ്പൊ അവന്റെ ഒരു ആശങ്ക കൈതപ്പുറം ദാമോദരൻ നമ്പൂരി നടത്തുന്ന ഒരു യാത്രയാണ്. ആ ഓട്ടത്തിൽ എത്രയോ പുറകിലല്ലേ ഞാൻ എന്നവൻ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ കൈതപ്പുറം ദാമോദരൻ നമ്പൂരി ഓടട്ടെ. ഇത് ഭിന്ന സ്വഭാവമുള്ള പ്രതിഭകൾക്ക് ഇടമുള്ള സ്ഥലമാണ്. അപ്പൊ നിനക്ക് എന്നോട് തിരിച്ച് ചോദിക്കാം,
MT വാസുദേവൻ നായരും പത്മരാജനും ജീവിച്ചിരിക്കുന്ന ഒരു മണ്ണിൽ തിരക്കഥ എഴുതാൻ ഞാൻ ധൈര്യം കാണിക്കുന്നില്ലേ? ലവേഴ്സ് ഓഫ് സിനിമ, കേരള ആക്ട് മീഡിയ, ഓർമ്മ സാംസ്കാരിക കലാകേന്ദ്രം, യൂത്ത് ഹോസ്റ്റൽ എംപ്ലോയീസ് കൾച്ചറൽ ഫോറം എന്നിവ ചേർന്നാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. അളകാപുരിയിൽ നടന്ന ചടങ്ങ് PV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് MS സജി അധ്യക്ഷനായിരുന്നു. TP രാജീവൻ ജോയ് മാത്യുവിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. OP സുരേഷ് പുത്തഞ്ചേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. സംവിധായകൻ A പത്മകുമാർ, കാനേഷ് പൂനൂർ, M മോഹനൻ, PS വിപിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആക്ട് മീഡിയയുടെ ജസ്റ്റ് ആൻഡ് അണ്ടർവെയർ എന്ന ഹ്രസ്വചിത്രം പ്രദർശിപ്പിച്ചു. കൊയിലാണ്ടിയിൽ 2 രാഷ്ട്രീയ പ്രവർത്തകരുടെ വീടിനു നേരെ ആക്രമണം. കൊല്ലം പിഷാരികാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മെഹ്റാ ബച്ചൻ, മോഹനൻ എന്നിവരുടെ വീടാണ് അക്രമികൾ തകർത്തത്. പോലീസ് അക്രമികൾക്കെതിരെ കേസെടുത്തു. കോഴിക്കോട് കോഓപ്പറേറ്റീവ് ബാങ്ക് ഉദ്യോഗസ്ഥനും കോൺഗ്രസ് പ്രവർത്തകനുമായ കൊയിലാണ്ടി സ്വദേശി മോഹനന്റെ വീടാണ് വെള്ളിയാഴ്ച രാത്രി 12-ന് ഒരു സംഘം ആളുകൾ ചേർന്ന് ആക്രമിച്ചത്. ആക്രമണത്തിൽ വീടിന്റെ ജനലും വാതിലുകളും പൂർണ്ണമായി തകർന്നു. 9 വയസ്സുള്ള മോഹനന്റെ മകൾക്കും സാരമായി പരിക്കേറ്റു. അക്രമ സമയത്ത് മോഹനന്റെ അമ്മയും ഭാര്യയും 2 കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. കൊണ്ട് ഒരു റൂമിന്റെ വാതിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതിലേക്ക് കൊണ്ടുപോയി മക്കളെ വാതിൽ തുറക്കാൻ അടുത്ത വീട്ടിലുള്ളവരൊക്കെ വന്ന് വാതിൽ തുറക്കാൻ പറഞ്ഞായിരുന്നു. വാതിൽ തുറന്നത് അത് വരാൻ ബഹളമായി പോയിട്ടുണ്ട്. നന്നായിട്ട് വാതിൽ തുറക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ബാക്ക് കൊടുത്താൽ ഓടിയിരിക്കും. ചെറിയ മോളെ കണ്ണിന് പറ്റിക്ക് 3 മക്കള് ഒന്നിച്ച് കിടക്കുകയായിരുന്നു. നന്നായിട്ട് ചില്ലായിരുന്നു. ആക്രമണത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. കൊയിലാണ്ടി SI സമ്പത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട് സന്ദർശിച്ചു. അക്രമികൾക്കെതിരെ കേസെടുത്തു. കൊല്ലം പിഷാരിക്കാവ് ക്ഷേത്രത്തിന് സമീപത്ത് രാഷ്ട്രീയ പ്രവർത്തകൻ മെഹ്റാ ബച്ചന്റെ വീടിന് നേരെ ആക്രമണം. വെള്ളിയാഴ്ച വൈകിട്ട് 5-നാണ് സംഭവം നടന്നത്. 3 പേരടങ്ങുന്ന സംഘമാണ് വീട് തകർത്തത്. വീടിന് നേരെ കല്ലെറിഞ്ഞും വാതിലുകളും ജനലുകളും തകർക്കുകയും ചെയ്തിട്ടുണ്ട്. കൊയിലാണ്ടി CI ഹരിദാസന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. വ്യക്തിവിരോധമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. അക്രമികളെ പിടികൂടാൻ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞതായും പോലീസ് സംഘം അറിയിച്ചു. പ്രശസ്ത സംഗീതജ്ഞനായിരുന്ന കമുകറ പുരുഷോത്തമന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള 2014 അവാർഡിന് അന്തരിച്ച സംഗീത സംവിധായകൻ MS ബാബുരാജ് അർഹനായി. 25,000 രൂപയും പ്രശസ്തി പത്രവും ആർട്ടിസ്റ്റ് ഭട്ടതിരി രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് കമുകറ അവാർഡ്. 3 ദശാബ്ദക്കാലം മലയാള ചലച്ചിത്ര സംഗീത രംഗത്ത് പിന്നണി ഗായകനായി നിറഞ്ഞു നിന്ന കമുകറയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ആരാധകരും സുഹൃത്തുക്കളും ചേർന്ന് രൂപം നൽകിയ കമുകറ ഫൗണ്ടേഷനാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. ചലച്ചിത്ര രംഗത്തിന് സമഗ്ര സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിക്കാണ് അവാർഡ് നൽകുന്നത്. പ്രശസ്ത സംഗീതജ്ഞ പ്രൊഫസർ ഡോക്ടർ ലീല ഓംചേരി, സംഗീത സംവിധായകരായ പെരുമ്പാവൂർ G രവീന്ദ്രനാഥ്, M ജയചന്ദ്രൻ എന്നിവർ അംഗങ്ങളായ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് സ്വരമാന്ത്രികനായ ബാബുരാജിനെ ഐകകണ്ഠേന അവാർഡിനായി തിരഞ്ഞെടുത്തത്. കമുകറ ഫൗണ്ടേഷന്റെ 18ാമത് അവാർഡാണ് ബാബുരാജിന് നൽകുന്നത്. ആദ്യമായിട്ടാണ് മരണാനന്തര ബഹുമതിയായി ഈ അവാർഡിന് ഒരു കലാകാരനെ തിരഞ്ഞെടുക്കുന്നത്. ഈ വർഷത്തെ അവാർഡ് മെയ് 23-ാം തീയതി കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ബാബുരാജിന്റെ ഭാര്യ ബിച്ച ബാബുരാജിന് സമ്മാനിക്കും. പ്രശസ്ത ഗായകരായ S ജാനകി, സതീഷ് ബാബു, വിധു പ്രതാപ്, രാജലക്ഷ്മി, കമുകറ ശ്രീകുമാർ, സംഗീത, അർപ്പണ രാജീവ് എന്നിവർ പങ്കെടുക്കുന്ന തളിരിട്ട കിനാക്കൾ എന്ന സംഗീത പരിപാടിയും ഇതോടൊപ്പം നടക്കും. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. റിലാക്സ് മാർക്കറ്റിംഗ് സെക്കൻഡ് സെയിൽ. ട്രാൻസ്പോർട്ടേഷനിലും ഗോഡൌണിലും ഡാമേജായ പ്രമുഖ കമ്പനികളുടെ കട്ടിൽ, അലമാര, സോഫ, കിടക്ക തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നു. റിലാക്സ് മാർക്കറ്റിംഗ്, വെസ്റ്റ് മാങ്കാവ്, തിരുവണ്ണൂർ. ഫോൺ 9846819486. വാർത്തകൾ തുടരുന്നു. പഴയകാല നാടൻ കളിയായ തലപ്പന്ത് കളിയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ഒരുപറ്റം കായിക പ്രേമികൾ. ജില്ലാ തലപ്പന്ത് കളി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മെമ്മറീസ് ഓഫ് പാരന്റിന്റെ ആഭിമുഖ്യത്തിൽ റെയിൽവേ ഗ്രൗണ്ടിൽ ടൂർണമെന്റ് ആരംഭിച്ചു. ആവേശത്തിരകളുണർത്തി കേരളത്തിന്റെ പരമ്പരാഗത കായിക ഇനമായ തലപ്പന്ത് കളിക്ക് കോഴിക്കോട് റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടക്കമായി. തലപ്പന്ത് കളി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മൺമറഞ്ഞുപോയ തലപ്പന്ത് കളിക്കാരുടെ പേരിൽ രൂപീകൃതമായ മെമ്മറീസ് ഓഫ് പാരന്റ്സ് എന്ന സംഘടനയാണ് മത്സരം സംഘടിപ്പിച്ചത്. സാങ്കേതിക സഹായങ്ങളും മറ്റും നൽകുന്നത് തലപ്പന്ത് കളി അസോസിയേഷനാണ്. വെൽഡൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, മലബാർഡി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഫ്രണ്ട്സ് കാലിക്കറ്റ്, കോർമൽ മെമ്മോറിയൽ AB ടീമുകൾ, ഇമ്മാനുവൽ AB ടീമുകൾ, മലാപ്പറമ്പ് കോളനി വെൽഫെയർ കമ്മിറ്റി,
രാമചന്ദ്രൻ മെമ്മോറിയൽ തുടങ്ങി നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 10 ടീമുകളാണ് 2 ദിവസങ്ങളായി നടക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഫൈനൽ മത്സരം ഞായറാഴ്ച 4 മണിക്ക് നടക്കും. പരിപാടികൾക്ക് CN ജിനേഷ്, A സച്ചിദാനന്ദൻ, K ഇന്ദുകുമാർ, V നന്ദകുമാർ, ജയശീലൻ K, നാരായണസ്വാമി P എന്നിവർ നേതൃത്വം നൽകി. റെയിൽവേ മേൽപ്പാലം ഉയർത്തുന്ന നടപടി നീണ്ടതോടെ അടച്ചിട്ട പാലം തുറന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ടാറിംഗ് പ്രവർത്തികൾ നടക്കാത്തതിനാൽ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ പൊടിശല്യം രൂക്ഷമാണ്. കാൽനട യാത്രക്കാരും മറ്റ് വാഹനയാത്രക്കാരും ഇതുകാരണം ബുദ്ധിമുട്ടുകയാണ്. പാലം ഉയർത്തൽ കഴിഞ്ഞാലേ ടാറിംഗ് നടത്തുകയുള്ളൂ എന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. 57 ദിവസം അടച്ചിട്ട 1ാം റെയിൽവേ മേൽപ്പാലത്തിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. റോഡിലെ കുഴി മണ്ണിട്ട് മൂടിയാണ് റോഡ് തുറന്നത്. മണ്ണിട്ട് മൂടിയ ഭാഗം നിരപ്പാക്കാത്തതിനാൽ ഇരുചക്രവാഹന യാത്രക്കാർ ബുദ്ധിമുട്ടി. ടാറിംഗ് നടക്കാത്തതിനാൽ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ അന്തരീക്ഷമാകെ പൊടിയിൽ മുങ്ങുന്നു. ഇത് കാൽനട യാത്രക്കാരെയും ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. റെയിൽവേ വൈദ്യുതീകരണ പ്രവൃത്തിക്ക് മേൽപ്പാലം ഉയർത്തുന്നതിന് മാർച്ച് 20-നാണ് റോഡ് അടച്ചത്. ഇതിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ 2 മാസത്തോളം ജനങ്ങൾ അനുഭവിച്ച ദുരിതം ചില്ലറയല്ല. റെയിൽവേ സുരക്ഷാ കമ്മീഷനുടെ അനുമതിയില്ലാതെ പാലം ഉയർത്താൻ നടപടി തുടങ്ങിയതാണ് പൊല്ലാപ്പായത്. മേയർ യോഗം വിളിച്ചപ്പോഴാണ് സുരക്ഷാ അനുമതിയില്ലാത്തതിനാൽ റോഡ് തുറക്കാൻ തീരുമാനമായത്. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി ഒരാഴ്ചയ്ക്കകം തുറക്കുമെന്നായിരുന്നു റെയിൽവേ നൽകിയ ഉറപ്പ്. എന്നാൽ ടാറിംഗ് നടത്താതെ കുഴികളിൽ മണ്ണിട്ട് നികത്തി റോഡ് തുറന്നതിനെതിരെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഗതാഗതത്തിന് തുറന്നുകൊടുക്കുന്ന റോഡ് റെയിൽവേ ടാർ ചെയ്യില്ലെന്നാണ് അറിയുന്നത്. 2 മാസത്തിനകം മേൽപ്പാലം ഉയർത്തുന്ന പ്രവൃത്തി പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അതിനുശേഷം റോഡ് ടാറിംഗ് നടത്തുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PP മണ്ഡൽ പറഞ്ഞു. റോഡും മേൽപ്പാലവും റെയിൽവേയുടെ നിരീക്ഷണത്തിലാണ്. എന്തെങ്കിലും തകരാറുകളുണ്ടായാൽ ഉടൻ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. BJP പരമാവധി വോട്ടുകൾ സ്വന്തം സ്ഥാനാർത്ഥിക്ക് പോൾ ചെയ്യിപ്പിക്കുക വഴി പാർട്ടിയുടെ നില മെച്ചപ്പെട്ടു. വടകര, കോഴിക്കോട് ലോക്സഭാ മണ്ഡലങ്ങളിലായി 1.5 ലക്ഷത്തിലേറെ വോട്ടുകളാണ് BJPക്ക് ഇത്തവണ വർദ്ധിച്ചത്. സമീപകാലത്ത് BJPക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വോട്ടാണിത്. കോഴിക്കോട് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി CK പത്മനാഭന് 1,15,760 വോട്ടാണ് ലഭിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ V മുരളീധരന് ലഭിച്ചത് 89,718 വോട്ടായിരുന്നു. 26,042 വോട്ടിന്റെ വർധന. വടകര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി VK സജീവന് 76,313 വോട്ടാണ് ലഭിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി KP ശ്രീശൻ നേടിയത് 40,391 വോട്ടും 35,922 വോട്ടിന്റെ വർധന. കോഴിക്കോട്, വടകര മണ്ഡലങ്ങളിലായി 61,964 വോട്ടിന്റെ വർധനയാണുള്ളത്. കോഴിക്കോട് മണ്ഡലത്തിൽ കുന്നമംഗലം നിയോജക മണ്ഡലത്തിലാണ് BJPക്ക് ഏറ്റവും കൂടുതൽ 21,726 വോട്ട്. 19,918 വോട്ട് നേടിയ കോഴിക്കോട് നോർത്താണ് 2ാം സ്ഥാനത്ത്. ബേപ്പൂർ മണ്ഡലത്തിൽ 18,031 വോട്ട് നേടി. കൊടുവള്ളിയിലാണ് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചത്, 9,041. കഴിഞ്ഞ തവണ 17,671 വോട്ടാണ് കുന്നമംഗലത്തു നിന്ന് BJP സ്വന്തമാക്കിയത്. എല്ലാ മണ്ഡലത്തിലും വോട്ട് വർധനവുണ്ടായി. വടകര മണ്ഡലത്തിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിലാണ് BJPക്ക് കൂടുതൽ വോട്ട്, 14,774. കൊയിലാണ്ടിയാണ് തൊട്ടുപിന്നിൽ, 14,093. BJP വോട്ടിലുണ്ടായ ഏറ്റക്കുറച്ചിലുകളാണ് മുൻകാലങ്ങളിൽ ഇടതുവലതു മുന്നണിയുടെ വിജയത്തെ സ്വാധീനിച്ചിരുന്നത്. ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് വോട്ട് വർധന നേടിയതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ് പറഞ്ഞു. വയനാട് മണ്ഡലത്തിലെ തിരുവമ്പാടി ഉൾപ്പെടെ എല്ലായിടത്തും വോട്ട് വർധനവുണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. MK രാഘവന്റെ വിജയം ജില്ലയിലെ UDF പ്രവർത്തകർ ആഘോഷമാക്കി മാറ്റി. മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും വിജയാഹ്ലാദം പ്രവർത്തകർ പങ്കുവച്ചു. UDF പ്രവർത്തകരുടെ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും MK രാഘവന്റെ സമീപനങ്ങളുമാണ് വിജയശതമാനം ഉയരുന്നതിന് കാരണമായതായി UDF കേന്ദ്രങ്ങൾ പറയുന്നത്. സിറ്റിംഗ് MP MK രാഘവന്റെ വിജയം പ്രവർത്തകർ ആഘോഷമാക്കി മാറ്റി. വോട്ടെണ്ണൽ കേന്ദ്രമായ ഫാറൂഖ് കോളേജ് മുതൽ മണ്ഡലത്തിന്റെ എല്ലായിടത്തും ഈ ആഹ്ലാദം കാണാമായിരുന്നു. ലഡു വിതരണം ചെയ്തും പായസം നൽകിയും സന്തോഷം പങ്കുവച്ചു. ചിലയിടങ്ങളിൽ ഗാനമേളയും ശിങ്കാരിമേളവും ബാൻഡ് വാദ്യവുമെല്ലാം ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകി. കോഴിക്കോട് മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രങ്ങളായ ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട്, പാളയം, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി എന്നിവിടങ്ങളിൽ വിജയാവേശം പ്രവർത്തകർ തെരുവിൽ ആഘോഷമാക്കി. പ്രധാന കേന്ദ്രങ്ങളിൽ ശക്തമായ പോലീസ് പിക്കറ്റിംഗും ഏർപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ഊഴത്തേക്കാൾ ഭൂരിപക്ഷവുമായിരുന്നു അണികളുടെ ആവേശം ഉച്ചിയിലെത്തിച്ചത്. UDF പ്രവർത്തകരുടെ ഒരേ മനസ്സോടെയുള്ള പ്രവർത്തനങ്ങളാണ് വിജയശതമാനം ഉയർന്നതെന്ന് UDF കേന്ദ്രങ്ങളും പറയുന്നു. അറിയിപ്പുകൾ. നിർധന വനിതകളുടെയും വീട്ടമ്മമാരുടെയും സ്വയം തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി സൗജന്യ ഗ്ലാസ് പെയിന്റിംഗ് പരിശീലനം ഈ മാസം 22-ന് രാവിലെ 10 മുതൽ 4 വരെ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. നേരത്തെ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ 9446260746.
27ാമത് ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് മെയ് 25-ന് പറയഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടത്തും. മിനി സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ആൺ, പെൺ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ. ഫോൺ 9447336119. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട SSLC പാസ്സായവർക്ക് സ്റ്റെനോഗ്രാഫിയിൽ, ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ലോവർ, ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവർ എന്നിവയിൽ പരിശീലനം നൽകുന്നു. എംപ്ലോയ്മെന്റ് വകുപ്പിന് കീഴിൽ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന പട്ടികജാതി പട്ടികവർഗക്കാർക്കായുള്ള കോച്ചിംഗ് കം ഗൈഡൻസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം. SSLC സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് സഹിതം സെന്ററിൽ നേരിട്ട് ഹാജരായി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ 0495237637. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനവിധി പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ കൈക്കൊള്ളുമെന്ന് TP രാമകൃഷ്ണൻ. വടകരയിൽ RMP UDF-ന് വോട്ട് മറിച്ചെന്നും TP. ചരിത്ര വിജയവുമായി നരേന്ദ്രമോദി അധികാരത്തിലേക്ക്. ആഹ്ലാദം കേരളക്കരയിലും. സത്യപ്രതിജ്ഞയ്ക്കായി പാർട്ടി ഒരുങ്ങി. വടകരയിലെ തന്റെ വിജയം അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്തുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് കൊയിലാണ്ടിയിൽ സ്വീകരണം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.